ഹായ്, നമ്മൾ കഴിഞ്ഞ ടോപ്പിക്സിലെല്ലാം നോക്കിയത് ജാങ്കോ ORM ആണ്. ജാങ്കോ എങ്ങനെയാണ് ഡേറ്റാബേസ് ഡീൽ ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് ഒരു CRUD ഓപ്പറേഷൻ മാനേജ് ചെയ്യുന്നത്, ഡേറ്റ എങ്ങനെ ഫെച്ച് ചെയ്തെടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ലാസ്റ്റത്തെ കുറച്ച് ടോപ്പിക്സിലായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജാങ്കോയിൽ എങ്ങനെയാണ് സെക്ഷൻസ് കുക്കീസ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സെക്ഷൻസ് കുക്കീസ് എന്നുള്ളത് ടൈം ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയതായിരിക്കാം. അത് ഞാൻ എന്താണെന്നുള്ളത് ഒന്ന് ആദ്യം പറയാം. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ജാങ്കോയിൽ സെക്ഷൻസും കുക്കീസും ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. സെക്ഷൻ കുക്കീസ് എന്ന ടൈമിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് സെക്ഷൻസിൻ്റെയും കുക്കീസിൻ്റെയും നീഡ് ഒരു വെബ് ആപ്ലിക്കേഷനിൽ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത്, നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന എല്ലാ വെബ് ആപ്ലിക്കേഷൻസ് ഞാൻ പറയുന്നില്ല, നമ്മൾ ബ്രൗസർ ത്രൂ ആക്സസ് ചെയ്യുന്ന മിക്ക വെബ് സെർവേഴ്സുകളും യൂസ് ചെയ്യുന്നത് HTTP പ്രോട്ടോക്കോളാണ്. HTTP പ്രോട്ടോക്കോൾ എന്ന് ഉദ്ദേശിക്കുന്നത്, ഈ പ്രോട്ടോക്കോൾ എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല. ഇപ്പം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഏതൊരു വെബ് അല്ലെങ്കിൽ നമ്മൾ ഒരു URL എൻട്രി ചെയ്തിട്ട് നമ്മൾ google.com എന്ന് പറഞ്ഞ് നമ്മുടെ ബ്രൗസറിൽ ഒരു URL എൻട്രി ചെയ്ത് ശേഷം അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലയൻറ്റ് സൈഡിൽ നിന്ന് ഗൂഗിളിൻ്റെ സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്, ഒരു പേജ് കിട്ടാൻ വേണ്ടി ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്. സെർവർ നമ്മൾ ജാങ്കോയുടെ ഇതിൽ URL.py ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മളിത് കുറേ തവണ സംസാരിച്ചാണ്. സെർവറിൽ ആ റിക്വസ്റ്റ് എത്തിയ ശേഷം സെർവർ ആ ക്ലയൻറ്റിന് റിക്വസ്റ്റിന് അഗെയിൻസ്റ്റ് എന്ത് റെസ്പോൺസാണ് കൊടുക്കേണ്ടത് ആ റെസ്പോൺസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബേസിക്കലി അവിടെ ഒരു ഡേറ്റ എക്സ്ചേഞ്ച് ആണ്, ക്ലയൻറ്റ് സെർവർ ഡേറ്റ എക്സ്ചേഞ്ച് ആണ് നടത്തുന്നത്. എന്ത് കൈൻഡ് ഓഫ് ഡേറ്റ എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, ആ ഡേറ്റ എക്സ്ചേഞ്ചിൽ ഇപ്പം നമ്മുടെ മാനുവലി, ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ ഒരാൾ വഴി സംസാരിക്കുകയാണ്, നമ്മൾ രണ്ട് മനുഷ്യർ തമ്മിൽ സംസാരിക്കുമ്പോൾ അവരുടെ ലാംഗ്വേജിന് ഒരു പ്രോട്ടോക്കോളുകൾ ഉണ്ടാവും. പ്രോട്ടോക്കോൾ ഇൻ ദ സെൻസ്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന രീതിയിലാവില്ല നിങ്ങളുടെ ടീച്ചേഴ്സിനോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് സംസാരിക്കുന്ന രീതിയിലല്ല പേരൻസിനോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഒരു ബേസിക്കലി ഈ എങ്ങനെയൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ ഉണ്ടാവും. അതല്ലെങ്കിൽ കുറച്ചും കൂടെ വ്യത്യാസമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുന്നതിന് കുറഞ്ഞ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിന് പോലും ഒരു റൂൾസ് ഉണ്ടാവും. അതായത് ഒരാൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അതിനൊരു റൂളായിരിക്കാം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കവിടെ ഡേറ്റ എക്സ്ചേഞ്ച് നടക്കുകയുള്ളൂ. അതായത് നമുക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്മൂത്തായിട്ട് നടക്കണമെങ്കിൽ കുറച്ച് റൂൾസ് ഉണ്ടാവും. ഈ റൂൾസിനെയാണ്, അല്ലെങ്കിൽ ഈ രണ്ട് അതിനെയാണ് നമ്മൾ ഈ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെയാണ് ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷനിലും. അതിനകത്ത് ഓരോ പർപ്പസിനനുസരിച്ച് പല പ്രോട്ടോക്കോളുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ HTTP പറയുന്ന പോലെ തന്നെ നിങ്ങൾ എന്താ പറയുക, MQTT എന്ന് പറഞ്ഞൊരു പ്രോട്ടോക്കോളുണ്ട്. MQTT പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്ന കൂടുതലും ഈ IoT ഡിവൈസുകളിലൊക്കെ. IoT ഡിവൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ ചില കാറുകളൊക്കെ ഇല്ല, ചില കാറുകളിലൊക്കെ നിങ്ങൾക്കറിയാം, ചില വില കൂടിയ ലക്ഷറി കാറുകളിലൊക്കെ ആണെങ്കിൽ അവർ ചിലപ്പം റിമോട്ടായിട്ട് തന്നെ ചില സിസ്റ്റം അല്ലെങ്കിൽ സെറ്റിങ്സുകൾ മാറ്റുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചില ഹോം എക്യുപ്മെൻറ്റ് കൺട്രോളിങ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ CCTVയുടെ അതിലൊക്കെ ചിലപ്പോൾ റിമോട്ടായിട്ട് തന്നെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടേക്ക് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ വ്യത്യാസമുണ്ട്. MQTT എന്ന് പറഞ്ഞ വേറൊരു പ്രോട്ടോക്കോളാണ് കമ്മ്യൂണിക്കേഷൻ മീഡിയ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് അവിടെയൊക്കെ ചിലപ്പം അതിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ അതിൻ്റെ നീഡ് അനുസരിച്ചിട്ടൊക്കെ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളുകളിലൊക്കെ മാറ്റം വരാം. പക്ഷേ നോർമൽ വെബ് ആപ്ലിക്കേഷനിൽ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് HTTP പ്രോട്ടോക്കോളാണ്. ഞാൻ HTTP പ്രോട്ടോക്കോളിൻ്റെ കാര്യം പറയാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, HTTP പ്രോട്ടോക്കോളിന് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. HTTP ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നില്ല, അതതിൻ്റെ പ്രോപ്പർട്ടിയാണ്. HTTP പ്രോട്ടോക്കോൾ സ്റ്റേറ്റ്ലെസ് പ്രോട്ടോക്കോൾ എന്ന് പറയും. സ്റ്റേറ്റ്ലെസ് എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് ക്ലയൻറ്റും സെർവർ കമ്മ്യൂണിക്കേഷനകത്ത് ഓരോ തവണയും ക്ലയൻറ്റിൻ്റെ പ്രീവിയസ് സ്റ്റേറ്റ് എന്തെന്നോ സെർവറിൻ്റെ പ്രീവിയസ് സ്റ്റേറ്റ് എന്തെന്നോ നമ്മുടെ സെർവർ സൈഡിൽ സ്റ്റോർ ചെയ്യുന്നില്ല. ഓരോ റിക്വസ്റ്റും പുതിയതായിട്ടായിരിക്കും അത് കൺസിഡർ ചെയ്യുന്നത്. അതിനകത്തുള്ള ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യുന്നു. ആദ്യം നിങ്ങൾ ഈ facebook.com എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് ചെയ്യുന്നു. നമ്മളുടെ മെഷീനിൽ നിന്നാണ് നമ്മൾ ആ റിക്വസ്റ്റ് സെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം വീണ്ടും അപ്പം സെർവർ ആ റിക്വസ്റ്റ് റിസീവ് ചെയ്തു. അതായത് രണ്ടാമത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ റിക്വസ്റ്റ് വരുമ്പോൾ സെർവറിന് അതേ കമ്പ്യൂട്ടർ, അതായത് നേരത്തെ റിക്വസ്റ്റ് ചെയ്ത അതേ കമ്പ്യൂട്ടർ തന്നെയാണ് വീണ്ടും റിക്വസ്റ്റ് അയക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. അതായത് സെർവർ ഒരു സ്റ്റേറ്റ്സുകൾ നമ്മുടെ സെർവറിൽ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതേ ആൾ തന്നെയാണ് വീണ്ടും റിക്വസ്റ്റ് ചെയ്തെന്നുള്ള ട്രാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ സെർവറിനില്ല. നെക്സ്റ്റ് ടൈം വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ ലോഗിൻ പേജ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ യൂസർ നെയിമും പാസ്വേഡും വാലിഡേറ്റ് ചെയ്തു. ആ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നു. യൂസർ നെയിം പാസ്വേഡ് എൻട്രി ചെയ്തിട്ട് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക്
വീണ്ടും ഫേസ്ബുക്കിൻ്റെ സെർവറിലേക്ക് പോകുന്നു. അപ്പോൾ ഈ സമയത്തും സെർവറിന് ഒരു ഐഡിയ ഉണ്ടാവില്ല ഇതെവിടെ നിന്നാണ്, അല്ലെങ്കിൽ ഇത് ഏത് ക്ലയൻ്റാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയയും സെർവറിന് ബേസിക്കായിട്ട് ആ പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ട് ഐഡിയ ഉണ്ടാവില്ല. പക്ഷേ ഈവൻ ദോ നിങ്ങൾക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ വെബ് ആപ്ലിക്കേഷനും ഇങ്ങനെ, അതായത് നമുക്ക് ഒരേ പോയിന്റിൽ നിന്നാണ് റിക്വസ്റ്റ് വരുന്നതെന്ന് പോലും സെർവറിനെ ഐഡൻറ്റിഫൈ ചെയ്യാതെ പിന്നെ എങ്ങനെയാണ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സമയത്ത് നമ്മളൊരു കണ്ടിന്യൂസ് ഒരു ഓപ്പറേഷൻസ് പോലെ നമുക്ക് ഫീൽ ആവുന്നത്. കണ്ടിന്യൂസ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുമ്പോൾ ഓക്കെ ലോഗിൻ ക്ലിക്ക് ചെയ്ത് ലോഗിനായി, അതിനുശേഷം നമ്മൾ ചെയ്തതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷേ ബേസിക്കലി സെർവർ സൈഡിൽ ഈ സ്റ്റേറ്റ്സുകൾ സ്റ്റോർ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത് പോസിബിൾ ആവുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടി വരുന്നത്. നമ്മുടെ സെർവർ സൈഡിൽ പ്രീവിയസ് സ്റ്റേറ്റ്സുകളൊന്നും സ്റ്റോർ ചെയ്യാതെ എങ്ങനെയാണ് ഒരു കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് യൂസർക്ക് അല്ലെങ്കിൽ അവർക്കൊരു പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്നത്. ഈ പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങളിപ്പം ഏത് വെബ് ആപ്ലിക്കേഷൻ എടുത്താലും ഓരോരുത്തരും എടുക്കുമ്പോൾ അവരുടേതായ ഒരു ഫീല് നിങ്ങൾക്ക് തോന്നാം. അതായത് നിങ്ങളുടെ വിവരങ്ങളൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫ്ലിപ്കാർട്ട് എടുക്കുകയാണ്. നിങ്ങളുടെ ഫ്ലിപ്കാർട്ട് എടുക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് ലോഗിൻ പോലും ചെയ്യാതെ തന്നെ ഓൾറെഡി ചിലപ്പോൾ നമ്മുടെ മെഷീനിൽ ലോഗ്ഡ് ഇൻ ആയിട്ട് നമുക്ക് കാണാം. ലോഗ്ഡ് ഇൻ അല്ലെങ്കിൽ തന്നെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന നമ്മുടെ സെർച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള റെക്കമെൻഡേഷൻസ് കാണാം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ ക്ലയൻറ്റ് മെഷീനെ ആരാണ് ലോഗിൻ ചെയ്തതെന്ന് അറിഞ്ഞതുപോലെ ആണ് മിക്കവാറും വെബ് ആപ്ലിക്കേഷൻ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസുകൾ ഈ സ്റ്റേറ്റ്ലെസ് പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുമ്പോൾ, സ്റ്റേറ്റ്ലെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ റിക്വസ്റ്റും വളരെ ഫ്രഷായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോൾ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഈ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്നത്. അവിടെയാണ് നമ്മുടെ സെഷൻസ് അല്ലെങ്കിൽ കുക്കീസ് എന്നുള്ള ഫീച്ചറുകൾ വരുന്നത്. ഈ സെഷൻ കുക്കീസ് എന്നുള്ളത് ജാങ്കോയുടെ പ്രോപ്പർട്ടി ഒന്നുമല്ല. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന, ഇപ്പം ഞാൻ ഈ പറയുന്ന മിക്ക കാര്യങ്ങളും അത് ഒരു പോയിന്റ് നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജാങ്കോ ഈ ORM ആയിക്കോട്ടെ, സെക്ഷൻസ് ആയിക്കോട്ടെ, കുക്കീസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഒരു ജനറൽ കാര്യങ്ങളാണ്. ഇതെല്ലാം പല ഫ്രെയിം വർക്കുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. സെക്ഷൻ കുക്കീസും നേരത്തെ തന്നെ ട്രഡീഷണൽ തന്നെ വെബ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. അതായത് ഇതേപോലെ നമ്മുടെ ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷനിൽ സ്റ്റേറ്റ്സ് സ്റ്റോർ ചെയ്യാനും അല്ലെങ്കിൽ ക്ലയൻറ്റ് സെർവർ ആ രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടി സെഷൻ കുക്കീസ് വളരെ കാലങ്ങൾക്ക് മുമ്പോട്ട് തന്നെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ സെഷൻ കുക്കീസ് ആദ്യം എന്താണെന്നുള്ളത് പറയാം. നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 month സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോ ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായാലും IT ഫീൽഡിലൊരു കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ വെറുതെ ഏതെങ്കിലും ഒരു സൈറ്റ് എടുക്കുക, എന്തെങ്കിലും ഒരു ഫ്ലിപ്കാർട്ടോ എന്തെങ്കിലും ഒരു വെബ് ആപ്ലിക്കേഷൻ എടുക്കുക. അതിനുശേഷം നമുക്ക് നേരെ വെറുതെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കുക. ഇൻസ്പെക്ട് ചെയ്ത ശേഷം ഇവിടെ താഴെ ഇത് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയറിയാം, ഇത് കണ്ടോ, ഇവിടെ ഒരു ഇവിടെ പല സ്റ്റോറേജുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ പലതും നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ടാവാം. എന്നിട്ട് ഇതൊക്കെ എന്താണെന്ന് നമുക്ക് എപ്പോഴേലും പറയാം. ഇപ്പം നമ്മൾ ജസ്റ്റ് കുക്കീസിനെ മാത്രം നോക്കുക. ഇത് കുക്കീസ് എന്ന് വെച്ചാൽ ഒരു കുക്കീസ് ബിസ്ക്കറ്റിൻ്റെ അതേ ഷേപ്പിൽ ഒരു ഐക്കൺ ഇവിടെ കാണാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയറിയാം കുറേ വാല്യൂസ് ഇങ്ങനെ സ്റ്റോർ ആയി കിടക്കുന്നല്ലേ. ഇപ്പം വേറൊരു സൈറ്റ് എടുക്കുക. ഏത് സൈറ്റ് എടുത്താലും മിക്കവാറും ഏത് സൈറ്റ് എടുത്താലും അതിൻ്റെ എല്ലാം ഇൻസ്പെക്റ്റ് ചെയ്യുന്ന സമയങ്ങളിൽ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ, അതായത് ആ വെബ് ആപ്ലിക്കേഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നമുക്കിങ്ങനെ കുക്കീസ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നുണ്ട്. കുക്കീസ് എന്ന് വെച്ചാൽ ബേസിക്കലി നിങ്ങളൊരു വെബ് ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ നമ്മൾ ഏത് സൈറ്റ് എടുത്താലും ഈ കുക്കീസ് എന്ന് പറയുന്നിടത്ത് കുറേ വാല്യൂ സെറ്റ് ചെയ്യുന്നത് കാണാം. കുക്കീസ് എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു സ്റ്റോറേജാണ്. നമ്മുടെ ബ്രൗസറിൽ തന്നെ നമ്മളൊരു ആപ്ലിക്കേഷൻ എടുക്കുന്ന സമയത്ത് ഒരു വെബ് സെർവറിൽ ഒരു വെബ് ആപ്ലിക്കേഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ ബ്രൗസറിൽ സെറ്റ് ചെയ്യുന്ന ഒരു ഡിക്ഷണറി പോലെ ഒരു കീ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറേജാണ് കുക്കീസ്. കുക്കീസിനൊരു സൈസ് ലിമിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു എക്സ്പയറി ടൈമും ഉണ്ട്. സൈസ് ലിമിറ്റ് എന്ന് വെച്ചാൽ 4 KB സംതിങ് ആണ് ഒരു മാക്സിമം നമുക്ക് സ്റ്റോറേജ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വെബ് പേജ് എടുക്കുകയെന്ന് കരുതുക. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വെബ് പേജ് എടുക്കുമ്പോഴത്തേക്ക് ഒരു തരത്തിലും ആ ക്ലയൻറ്റ് ഏതാണോ പുതിയതാണോ പഴയതാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല. ഓരോ റിക്വസ്റ്റും പുതിയതായിട്ട് തന്നെ ആയിരിക്കും സെർവർ ഡീൽ ചെയ്യുന്നത്.
ഓക്കെ, കുക്കീസിനകത്ത് അപ്പോൾ ഇതെങ്ങനെയാണ് കുക്കീസ് വെച്ച് ഇത് മാനേജ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് സെർവർ നമുക്ക് റെസ്പോൺസ് തരുമ്പോൾ നിങ്ങൾ ഇന്നയാളാണ് അല്ലെങ്കിൽ ഇന്ന് സെർവറിൻ്റെ കയ്യിൽ നിന്നുള്ള കുറച്ച് ഐഡൻറ്റിഫിക്കേഷൻസ്, നിങ്ങളെ മനസ്സിലാക്കാനുള്ള കുറച്ച് ഐഡൻറ്റിഫിക്കേഷൻ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും യൂണിക് വാല്യൂസ് ആവാം. അത് കുക്കീസായിട്ട്, അതായത് നമ്മുടെ ബ്രൗസറിൽ, നമ്മളെടുത്ത ബ്രൗസറിൽ സെർവർ കുക്കീസിനകത്ത് സെറ്റ് ചെയ്ത് വെക്കും. അതൊരു കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും സെറ്റ് ചെയ്ത് വെക്കുന്നത്. നെക്സ്റ്റ് ടൈം നിങ്ങൾ വീണ്ടും സെർവറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സെർവർ നിങ്ങളുടെ കുക്കീസിൽ നോക്കും. ആ കുക്കീസിലെ വാല്യൂ വെച്ചിട്ടാണ് ഇന്നയാളാണ് വീണ്ടും വന്നേക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. കുക്കീസിന് എക്സാമ്പിൾ പറയാൻ വേണ്ടി ഞാനൊരു റിയൽ വേൾഡ് എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങളൊരു വളരെ സാധാരണമായിട്ടുള്ളൊരു ആശുപത്രിയിൽ, ഹോസ്പിറ്റലിൽ പോകുന്നു. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഓട്ടോമേഷൻ സിസ്റ്റംസ് ഒന്നും ഇല്ലയെന്ന് കരുതുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അവർ മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എന്താണെന്ന് പറഞ്ഞ് എഴുതി തരുന്നു. എന്നിട്ട് അവർ നിങ്ങളോട് പ്രത്യേകം പറയും നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്ക് ഈ ചീട്ട് കൊണ്ടുവരണം എന്ന് പറയും. അതായത് അവിടെ ഫയലൊന്നും കീപ്പ് ചെയ്യുന്നുണ്ടാവില്ല, നിങ്ങളുടെ കയ്യിൽ തന്നെ അവർ തന്നുവിടുവാണ് ഇന്ന ഇതാണെന്നുള്ളത്. നെക്സ്റ്റ് ടൈം നിങ്ങൾ വീണ്ടും ചെല്ലുമ്പോഴത്തേക്ക് അവർ ചോദിക്കുന്നു പഴയ കുറിപ്പടി ഉണ്ടോ എന്ന് നോക്കിയിട്ട്, ആ കുറിപ്പടി നോക്കിയിട്ട് അവർ നോക്കുമ്പോഴായിരിക്കും അതിനകത്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും, നേരത്തെ വന്നത് കാര്യങ്ങളും എല്ലാം. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുറിപ്പടി അവർ തന്ന പ്രിസ്ക്രിപ്ഷൻ കീപ്പ് ചെയ്യുന്നത് ഹോസ്പിറ്റലല്ല, നിങ്ങളുടെ കയ്യിലാണ്. അതായത് നിങ്ങളാണ് അവിടെ ക്ലയൻറ്റ്, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഡോക്ടറാണ് സെർവർ. ക്ലയൻറ്റിനകത്ത് കീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ പ്രിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് അവർ പറയുകയാണ് ഓക്കെ ഇന്ന ആളാണ്, നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന ഡിസീസിനെ പറ്റിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കാര്യത്തിലാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ നടന്നതെന്ന് മനസ്സിലാക്കുക. അതാണ് ശരിക്കും കുക്കീസിൽ ചെയ്യുന്ന കാര്യം. ഓക്കെ, മനസ്സിലായി? അതായത് ഒരു റിക്വസ്റ്റ് റെസ്പോൺസ് ലൈഫ് സൈക്കിളിൽ നിങ്ങൾ വരുന്ന സമയത്ത് സെർവർ ഒരു നിങ്ങളുടെ, അതായത് ക്ലയൻറ്റിൻ്റെ അകത്ത് കുക്കീസിനകത്ത് കുറച്ച് വാല്യൂസ് സെറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ടൈം ഓരോ റിക്വസ്റ്റ് വരുമ്പോഴും അവർ ആ റിക്വസ്റ്റിനൊപ്പം ഈ കുക്കീസും കൂടെ കൊടുത്തു. നേരത്തെ സെർവർ സെറ്റ് ചെയ്ത കുക്കീസും ഈ റിക്വസ്റ്റിനൊപ്പം കൊടുക്കുന്നുണ്ട്. ആ കുക്കീസ് നോക്കിയിട്ട് എന്താണെന്ന് മനസ്സിലാക്കുന്നു. ഇതാണ് ശരിക്കും കുക്കീസിൻ്റെ വർക്കിംഗ്. ഓക്കെ, കുക്കീസ് എന്താണെന്നുള്ളത് ഏകദേശം മനസ്സിലായി എന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ ഫ്ലിപ്കാർട്ടിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാം. നിങ്ങളിവിടെ ഒരു കുക്കീ സെറ്റായി, പിന്നെ നെക്സ്റ്റ് ടൈം ഞാൻ ഈ മൊബൈലിൽ ക്ലിക്ക് ചെയ്തു. ഈ സമയത്ത് നമ്മുടെ പോയിരിക്കുന്ന, അതായത് മൊബൈലിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ പോകുന്ന ഓരോ റിക്വസ്റ്റിനൊപ്പവും ഈ പറയുന്ന കുക്കീസും പോകുന്നുണ്ടാവും. അതായത് നമ്മളിപ്പോൾ ഒരു വിസിറ്റ് ചെയ്തു, സൈക്കിൾ എന്ന് പറയുന്നൊരു പേജ് വിസിറ്റ് ചെയ്തു. നമ്മൾ ചിലപ്പോൾ നെക്സ്റ്റ് ടൈം വീണ്ടും നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇതുവരെ ചെയ്ത അവർ ആ കുക്കീസിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇയാൾ വന്നു സൈക്കിൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ശരിക്കും കുക്കീസിൻ്റെ ഓപ്പറേഷൻ വരുന്നത്. ഓക്കെ, അടുത്തത് ജാങ്കോയിൽ എങ്ങനെയാണ് കുക്കീസ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം നമ്മൾ ഈ കുക്കീസിൻ്റെ കേസ് പറഞ്ഞപ്പോൾ കുക്കീസിൽ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, കുക്കീസ് സെറ്റ് ചെയ്യുക. വരുന്ന റെസ്പോൺസിനകത്ത് നമ്മൾ കൊടുക്കുന്ന HTTP റെസ്പോൺസിനകത്ത് കുക്കീസ് എന്തെന്ന് സെറ്റ് ചെയ്യുക. 2, നെക്സ്റ്റ് റിക്വസ്റ്റിൽ നിന്ന് കുക്കീസ് റീഡ് ചെയ്യുക. ഓക്കെ, ഇതെങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ കുക്കീസ് എന്താണെന്നുള്ള ഒരു ചെറിയ എക്സാമ്പിൾ വെച്ച് നോക്കാം. നമ്മുടെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എത്ര തവണ വിസിറ്റ് ചെയ്തു, ഈ പേജ് എത്ര തവണ വിസിറ്റ് ചെയ്തു എന്ന് നമുക്കറിയാൻ പറ്റണം. അതായത് ഒരു ക്ലയൻറ്റ് ബ്രൗസറിൽ നിന്ന് നമ്മൾ ഓരോ തവണ ക്ലിക്ക് ചെയ്യുമ്പോഴും, 1 തവണ ക്ലിക്ക് ചെയ്തു, 2 തവണ ക്ലിക്ക് ചെയ്തു, 3 തവണ ക്ലിക്ക് ചെയ്തെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഇങ്ങനെ ഒരു പ്രോബ്ലം വരിക എന്ന് വെച്ചാൽ ശരിക്കും അതൊരു ക്ലയൻറ്റ് ബേസ്ഡ് പ്രോബ്ലമാണ്. വിസിറ്റ്സ് കൗണ്ട് എടുക്കുക എന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ക്ലയൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എത്ര തവണ ഇവിടെ വിസിറ്റ് ചെയ്തു അറിയുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമ്മൾ കുക്കീസിൽ വിസിറ്റ്സ് എന്ന് പറഞ്ഞൊരു കൗണ്ട് ഇട്ടേക്കും. ഓരോ തവണ ക്ലയൻറ്റിന് റെസ്പോൺസ് കൊടുക്കുമ്പോഴും നമ്മൾ ആ കറണ്ട് ഓരോ ക്ലിക്ക് തരുന്ന സമയത്തും ആ റെസ്പോൺസിനൊപ്പം നമ്മൾ സെർവർ കുക്കീസിനകത്ത് കറണ്ട് വിസിറ്റ് കൗണ്ട് കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഓക്കെ, ഞാൻ ജാങ്കോയിൽ എങ്ങനെയാണ് കുക്കീസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മുടെ വ്യൂ ഫംഗ്ഷനകത്ത് ഇപ്പം നമ്മൾ ലിസ്റ്റ് ഫംഗ്ഷനാണ് ഇവിടെ കോൾ ആവുന്നത്. ആ ലിസ്റ്റിൻ്റെ വ്യൂ ഫംഗ്ഷൻ എടുക്കുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾക്കറിയാം ലിസ്റ്റ് ഞാൻ ചെയ്ത സമയത്തേ പറഞ്ഞിരുന്നു, ഒരു റിക്വസ്റ്റ് ആണ് ലിസ്റ്റിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് വരുന്നത് അല്ലേ. അതിൻ്റെ റെസ്പോൺസായിട്ട്, അതായത് ഇതിൻ്റെ റിട്ടേൺ ആയിട്ട് പോകുന്നത് ഒരു HTTP റെസ്പോൺസാണ്. ഈ റെൻഡർ ഫംഗ്ഷൻ ആണെങ്കിൽ ഈ റെൻഡർ ഫംഗ്ഷൻ റൺ ചെയ്യുമ്പോൾ ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് ഒരു HTTP റെസ്പോൺസ് ഒബ്ജക്റ്റാണ്.
നമ്മൾ ആ റെസ്പോൺസ് ഇവിടെ എഴുതുന്നു. ജസ്റ്റ് ആ റെൻഡർ ഫംഗ്ഷന് റിട്ടേൺ ചെയ്യുന്ന റെസ്പോൺസിനെ ഞാനൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിട്ട് അങ്ങനെ റിട്ടേൺ കൊടുക്കുന്നു എന്ന് മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ റിക്വസ്റ്റിനൊപ്പം നേരത്തെ ഞാൻ സംസാരിച്ചപ്പം പറഞ്ഞിരുന്നു, ഓരോ തവണ റിക്വസ്റ്റ് ചെയ്യുമ്പോഴും ആ ക്ലയൻറ്റ് ബ്രൗസറിലുള്ള കുക്കി വാല്യൂ തന്നെ റിക്വസ്റ്റിൻ്റെ ഒപ്പം സെറ്റ് ചെയ്ത് റിക്വസ്റ്റ് ഹെഡറിനകത്ത് ഉണ്ടാവുന്നത്. നമുക്കത് ജാങ്കോയിൽ ഒരു റിക്വസ്റ്റ് കാണുന്നതിന് വേണ്ടി, അതായത് കുക്കീസ് കാണാൻ വേണ്ടി, കുക്കീസ് ബേസിക്കലി ഒരു ഡിക്ഷണറി പോലെ തന്നെയാണ്. നമുക്കത് വെറുതെ റിക്വസ്റ്റ് ഡോട്ട് കുക്കീസ് എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തു. അതായത് റിക്വസ്റ്റ് ഡോട്ട് കുക്കീസ് എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തു. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ എടുത്തു, നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്പെക്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇൻസ്പെക്റ്റിനകത്ത് നെറ്റ്വർക്ക് എടുത്തു. ഇൻസ്പെക്റ്റിനകത്ത് നെറ്റ്വർക്ക് അല്ല, ആപ്ലിക്കേഷൻ എടുക്കുന്നു. ആപ്ലിക്കേഷനടുത്ത് നിങ്ങൾക്ക് നോക്കി അറിയാം, കുക്കീസ് ഇപ്പം തന്നെ ഒരു CSRF ടോക്കൺ എന്ന് പറഞ്ഞ് വന്ന് കിടപ്പുണ്ട്. നമ്മൾ വെറുതെ ആ പേജ് എടുത്തു, ഞാൻ പ്രിൻ്റ് കൊടുത്തിടത്ത് എന്താ വന്നെന്ന് നോക്കി. ഓക്കെ, നോക്കി ഇവിടെ CSRF ടോക്കൺ എന്നുള്ളത് പ്രിൻ്റ് ആയിരിക്കുന്നുണ്ട്. അതായത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഈ റിക്വസ്റ്റ് ഡോട്ട് കുക്കീസിൽ നമ്മൾ റിക്വസ്റ്റിനൊപ്പം വന്ന കുക്കീസാണ് ഇവിടെ പ്രിൻ്റ് ആയത് അല്ലേ. നമ്മൾ നേരെ ഒരു കാര്യം ചെയ്യുവാണ്. ഇവിടെ ഒരു വിസിറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കുക്കീസിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതാണ്. ആദ്യമേ നമ്മൾ അവിടുന്ന് കുക്കീസിനകത്തു നിന്നും, അതായത് നമ്മുടെ കുക്കീസിനകത്ത് വിസിറ്റ്സ് എന്ന് പറഞ്ഞൊരു കീ സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നു. ഉണ്ടെങ്കിൽ ആ വിസിറ്റ്സിൻ്റെ വാല്യൂ എടുക്കുക, ഇല്ലെങ്കിൽ 0. ഇത് സാധാരണ നമ്മൾ ഡിക്ഷണറിയിൽ നിന്ന് ഒരു വാല്യൂ എടുക്കുന്ന അതേ ഇത് തന്നെയാണ്. ഒരു കീ വാല്യൂ പെയറായിട്ടാണ് നമ്മൾ കുക്കീസിൽ നിന്ന് വാല്യൂസ് എടുക്കുന്നത്. അതായത് നമ്മൾ കുക്കീസിൽ സെറ്റ് ചെയ്യുന്നത് ഒരു കീ, ഒരു കുക്കീസിൽ ഓരോ വാല്യൂ സെറ്റ് ചെയ്യുമ്പോഴും അതിന് ഒരു കീക്ക് എഗെയിൻസ്റ്റ് ആയിരിക്കും ആ വാല്യൂ സെറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് ഒരു വാല്യൂ ഗെറ്റ് ചെയ്യാണ്. നമ്മൾ ഇപ്പം ഫസ്റ്റ് ടൈം വരുന്ന സമയത്ത് റിക്വസ്റ്റിൽ നിന്ന് വിസിറ്റ്സ് എന്ന് പറയുന്ന കീക്ക് എഗെയിൻസ്റ്റ് ഉള്ള വാല്യൂ ഉണ്ടോ എന്ന് നോക്കും. ഇല്ലെങ്കിൽ 0. ഓക്കെ, ഇല്ലെങ്കിൽ 0 എടുക്കുക, ഉണ്ടെങ്കിൽ ആ കറണ്ട് വിസിറ്റ്സ് അത് നമ്മളൊരു വേരിയബിളിൽ സേവ് ചെയ്യുന്നു. വിസിറ്റ്സ് എന്ന് പറഞ്ഞൊരു വേരിയബിളിൽ സേവ് ചെയ്തേക്കുന്നു. അതിനുശേഷം ഇപ്പം നമ്മൾ കുക്കീസിൽ എപ്പോഴും ഡേറ്റ സ്ട്രിങ് ആയിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ ഒന്ന് ഇൻ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് ഓരോ തവണയും ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. വിസിറ്റ്സ് വിസിറ്റ്സ് +1 എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, റിക്വസ്റ്റിൽ കിടക്കുന്ന ഡേറ്റ എടുക്കുന്ന പോലെ തന്നെ നമ്മൾ ക്ലയൻറ്റിൻ്റെ ബ്രൗസറിൽ എന്ത് ചെയ്യണം, റെസ്പോൺസിൽ ആ ഡേറ്റ സെറ്റ് ചെയ്യുകയും കൂടെ ചെയ്യണം. കുക്കീസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മെത്തേഡാണ് സെറ്റ് കുക്കി. അപ്പോൾ നമ്മളിവിടെ കീവേഡ് കൊടുക്കുന്നത് വിസിറ്റ്സ് എന്ന് തന്നെ. അതായത് ഈ കൊടുക്കുന്ന, അതായത് നമ്മൾ റിക്വസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന, റെസ്പോൺസ് സെറ്റ് ചെയ്തിരിക്കുന്ന അതേ കീ തന്നെ ആയിരിക്കണം നമ്മൾ റിക്വസ്റ്റിൽ. കാരണം റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്ലയൻറ്റ് ബ്രൗസർ വഴി കൊടുക്കുന്നത് ആ കുക്കീസാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ കീ വാല്യൂ പെയർ വെച്ച് തന്നെ വേണം നമുക്ക് ഡേറ്റ എടുക്കാൻ. ഓക്കെ, അതായത് റെസ്പോൺസിൽ നമ്മൾ സെറ്റ് കുക്കി എന്ന് പറഞ്ഞ മെത്തേഡ് വെച്ചിട്ട് വിസിറ്റ്സ് ഒന്നുകൂടെ സെറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ടെംപ്ലേറ്റിൽ അത് പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ആ ടെംപ്ലേറ്റിനകത്തേക്ക് കറണ്ട് വിസിറ്റ്സ് ഒന്ന് പാസ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരെ HTML എത്തുന്നു. നമ്മുടെ ടെംപ്ലേറ്റിൻ്റെ HTML ലിസ്റ്റിൽ ഞാൻ ഇത്രയും ആ വിസിറ്റ്സ് ഒന്ന് പ്രിൻ്റ് ചെയ്യുവാണ്. ഓക്കെ, ഓരോ തവണ വിസിറ്റ് ചെയ്യുന്ന സമയത്തും ആ വിസിറ്റിൻ്റെ വാല്യൂ ഇവിടെ വരണം. ഓക്കെ, ഇത് നമ്മൾ ഇതെടുത്തു, നമ്മൾ റിഫ്രഷ് കൊടുക്കുന്നു. ഓക്കെ, 1 ടൈം വിസിറ്റ്, 2 ടൈം വിസിറ്റ്. ഇൻസ്പെക്ട് ചെയ്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എന്താ സംഭവിക്കുന്നത്, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുക്കീസ് ആദ്യം എടുത്ത് നോക്കുക. ആപ്ലിക്കേഷൻ CSRF കുക്കീസിൽ നിങ്ങൾ നോക്കുമ്പോൾ ഒരു പുതിയ വേരിയബിൾ ഇവിടെ വന്നു. ഓരോ റിഫ്രഷിലും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ക്ലയൻറ്റിൽ ആ വാല്യൂ മാറുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താ ആക്ച്വലി സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നെറ്റ്വർക്ക് എന്ന് പറയുന്നുണ്ട്. ഈ നെറ്റ്വർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ റിക്വസ്റ്റിൻ്റെ ഡേറ്റ ഈ നെറ്റ്വർക്കിൽ നമുക്ക് കാണാൻ പറ്റും. നെറ്റ്വർക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നെറ്റ്വർക്കിനകത്ത് ഇത് കണ്ടോ, ഇത് നമ്മുടെ IP അഡ്രസ്സ്, അതായത് ഈ സെർവർ ഇതാണ് വരുന്നത്. ഇതേ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, നിങ്ങൾ ഇങ്ങനൊരു URL ആണ് റിക്വസ്റ്റ് ചെയ്തത്. ഈ ഡേറ്റയാണ് ഇവിടെ കാണുന്നത്. റിക്വസ്റ്റ് ചെയ്യുന്നിടത്ത് നിങ്ങൾ നോക്കിയറിയാം കുക്കി എന്ന് പറഞ്ഞു കണ്ടോ, നമ്മുടെ റിക്വസ്റ്റിനൊപ്പം എന്ത് വാല്യൂസാണ് കുക്കീസായിട്ട് പോയത്. വിസിറ്റ് =2 എന്ന് പറഞ്ഞ് വന്നു. ഇതിന് തന്നെ റെസ്പോൺസ് ഹെഡർ കാണും.
ഓക്കെ, ഉണ്ടോ റെസ്പോൺസ്. ഓക്കെ, റെസ്പോൺസ് കാറ്റഗറി നോക്കി അറിയാം എന്താണ് റെസ്പോൺസിനകത്ത് കുക്കീസായിട്ട് സെറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓരോ തവണയും നമ്മളിത് ക്ലിക്ക് ചെയ്യുമ്പം ഈ വാല്യൂ, അതായത് നമ്മുടെ റിക്വസ്റ്റിനൊപ്പം കറണ്ട് വിസിറ്റ്സ് പോകുന്നു. സെർവർ അതിലൂടെ ഒന്നുകൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ റെസ്പോൺസായിട്ട് തരുന്നു. ഇതാണ് കുക്കീസിൻ്റെ ജനറൽ വർക്കിംഗ് വരുന്നത്. ഈ കുക്കീസ് യൂസ് ചെയ്ത് നമുക്ക് പല കാര്യങ്ങൾ പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റും. അതായത് ചിലപ്പോൾ നമ്മൾ ഏതൊക്കെ പ്രൊഡക്റ്റ് വിസിറ്റ് ചെയ്തെന്ന് വരാം. അതായത് ക്ലയൻറ്റ് ബ്രൗസറിൽ സ്റ്റോർ ചെയ്തിട്ട്, ക്ലയൻറ്റ് ബ്രൗസറിൻ്റെ കുക്കീസ് സ്റ്റോർ ചെയ്തിട്ട് ചെയ്യാവുന്ന പല കാര്യങ്ങളും നമ്മൾ കുക്കീസ് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ചില സിറ്റുവേഷൻസ് ഉണ്ടാവും കുക്കീസ് ബേസിക്കലി ഡേറ്റ ഒന്നും സെർവറിൽ സ്റ്റോർ ചെയ്യുന്നില്ല. അതാണ് കുക്കീസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു പോയിന്റ്. അതായത് കുക്കീസ് സ്റ്റോർ ചെയ്യുന്നതിന് പകരം കുക്കീസ് സെർവർ ക്ലയൻറ്റ് വരുന്ന ക്ലയൻറ്റിൻ്റെ കുക്കീസിൽ ബ്രൗസറിൻ്റെ കുക്കീസിൽ സ്റ്റോർ ചെയ്യുന്നു. റിക്വസ്റ്റിനൊപ്പം ആ ഡേറ്റ റീഡ് ചെയ്തെടുക്കും. വീണ്ടും എന്തെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ സെർവർ ആ ഡേറ്റ ഓപ്പറേഷൻ ചെയ്തിട്ട് റെസ്പോൺസിൻ്റെ കൂടെ വീണ്ടും സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ത്രൂ ഔട്ട് എപ്പോഴും ഡേറ്റ കിടക്കുന്നത് ക്ലയൻറ്റിൻ്റെ ബ്രൗസറിൽ. അതാണ് കുക്കീസിൻ്റെ വർക്കിംഗ്. ഇനി നമ്മൾ കവർ ചെയ്തത് ഇത്രയായിരുന്നു. എന്താണ് കുക്കീസ്, എങ്ങനെയാണ് ജാങ്കോയിൽ എങ്ങനെയാണ് കുക്കീസ് ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ള ടോപ്പിക്സാണ് കവർ ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള സെക്ഷനാണ്. അത് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ നോക്കാം.